അങ്ങനെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 18.5 അത് റിലീസ് ചെയ്ത് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഫോളോ അപ്പ് വീഡിയോ ആണ്. ഇതിലൂടെ ഇതിൻ്റെ പെർഫോമൻസ്, ബാറ്ററി, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് വീഡിയോയുടെ കമൻസിലും നിങ്ങൾ യൂസേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഫേസ് ചെയ്തിട്ടുള്ള ബഗ്ഗുകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ ബഗ്ഗുകൾക്കുള്ള സൊല്യൂഷൻസ്, അതും ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോ പറയും. തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, വീഡിയോ ഫുള്ളും കാണാതെ പല ആളുകളും വന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ വന്ന് ഇതേ പ്രോബ്ലം കമൻറ്റ് ഇട്ട് വെക്കുന്നത്. സോ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻസ്, അതിനുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ആകത്തുള്ളൂ. സോ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് 30-ലധികം വരുന്ന സെക്യൂരിറ്റി പാച്ചസ് CV എൻട്രീസ് ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 16E യൂസർ ആണെങ്കിൽ ബേസ് ബാൻഡ് ബേസ് ചെയ്തുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവന്നുണ്ട്. കോൾ ഹിസ്റ്ററി, കോൾ ബ്ലൂടൂത്ത്, ഓഡിയോ, അങ്ങനെയുള്ള പല 30-ലധികം വരുന്ന സെക്യൂരിറ്റി പാച്ചസുകൾ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം സൗണ്ട് തെറാപ്പി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഓപ്ഷൻ. നമ്മൾ ആപ്പിൾ മ്യൂസിക്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ സൗണ്ട് തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആൽബം തന്നെ ആപ്പിൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആപ്പിൾ ഡെവലപ്പേഴ്സ് ആപ്ലിക്കേഷൻ, ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിപൊളി കുറച്ച് സ്റ്റിക്കേഴ്സും ആപ്പിൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു WWDC ആയിട്ട് അനുബന്ധിച്ച്. സോ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ ഡെവലപ്പർ ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. അതോടൊപ്പം പുതിയ 2 ഷോർട്ട് കട്ട്സും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് വിഷൻ പ്രോ അസിസ്റ്റൻസിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. 2 ഹോൾഡ് ദാറ്റ് തോട്ട് എന്ന് പറയുന്ന മറ്റൊരു കിഡിലൻ ഷോർട്ട് കട്ടാണ്. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ചോദിക്കും, റീകോൾ ഓർ ക്യാപ്ചർ. നമുക്ക് ക്യാപ്ചർ ആണ് വേണ്ടെങ്കിൽ അതിലൂടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 5 സെക്കൻഡ് ഡിലേ തരും. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്, വെബ് പേജ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ആണോ അതിൽ ആ സ്ക്രീൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കാം, അതിനൊരു ടൈറ്റിൽ. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെപ്പറ്റിയാണ് നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് പിന്നീടൊന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്തെടുക്കാൻ. സോ സെക്യൂരിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ ഇവിടെ ഡൺ കൊടുത്തു. അപ്പോൾ നമ്മളോട് ചോദിക്കും ഇത് വെച്ച് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാനിവിടെ റിസർച്ചാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഞാൻ റിസർച്ച് എന്ന് കൊടുത്തു, ഡൺ കൊടുത്തു. ഇനി വീണ്ടും വന്ന് നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് റണ്ണ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം റീകോൾ ബട്ടൺ. അതിൽ ടാപ്പ് ചെയ്യുമ്പം ആ ഡേറ്റ് ആൻഡ് ടൈം അനുസരിച്ച് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇത് നമ്മുടെ നോട്ട്സിലായിരിക്കും സേവ് ആകുന്നത്. ഇവിടെ കാണാം വാട്ട് ആർ യു ഡൂയിങ് സെക്യൂരിറ്റി, വാട്ട് വെർ യു അബൌട്ട് ടു ഡു റിസർച്ച്. അപ്പോൾ എന്തിനെപ്പറ്റിയാണ് നമ്മൾ റിസർച്ച് നടത്തേണ്ടത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ഇവിടെ കാണാം. സോ അങ്ങനെ നമുക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇനി 18.5 അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ആദ്യം തന്നെ പെർഫോമൻസിൽ ഞാൻ 2-3 കാര്യങ്ങളാണ് നോട്ടീസ് ചെയ്തത്. ഫസ്റ്റ് പാർട്ടി, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് ആണ്. ഓവറോൾ സ്മൂത്തായിട്ട് തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ആകുന്നത്. എനിക്കങ്ങനെ ആപ്ലിക്കേഷൻ സ്റ്റക്ക് ആവുന്നോ അല്ലെങ്കിൽ ഫ്രീസ് ആവുന്നോ അല്ലെങ്കിൽ ക്രാഷ് ആകുന്ന ഇഷ്യൂസ് ഒന്നും തന്നെ ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസിൽ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ അപ്ഡേറ്റ്സ് കഴിയുമ്പോഴും ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻസിന് എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ മസ്റ്റായിട്ടും ചെയ്തിരിക്കും. 2, അതായത് വർക്ക്, ഫിനാൻസ് ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ചെറുതാകുന്ന, മിനിമൈസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ആപ്ലിക്കേഷൻസിൻ്റെ ലോഗോ കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് 2-3 ആപ്ലിക്കേഷൻസ് ലോഗോ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ അത് ഫോൾഡർ ഓപ്പൺ ആക്കുന്ന സമയത്ത് എനിക്ക് ലോഗോ കാണാം. സോ ഇത് സംഭവിക്കുന്നത് നമ്മൾ ഇതുപോലത്തെ ടിൻറ്റ് എഫക്റ്റ് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്താണ്. സോ എഡിറ്റ് ഓപ്ഷനിൽ പോയി കസ്റ്റമൈസേഷനിൽ പോയിട്ട് ഞാനിപ്പം ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എനിക്ക് ആപ്ലിക്കേഷൻസിൻ്റെ ലോഗോ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് കസ്റ്റമൈസ് ഓപ്ഷനിൽ ടിൻറ്റ് എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസിൻ്റെ ലോഗോ കാണാൻ സാധിക്കുന്നില്ല എന്നൊരു ഇഷ്യൂവും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല. 97% തന്നെയാണ്. 260 ആണ് എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 16 പ്രോയിൽ. ഇനി 15 പ്രോയിൽ എൻ്റെ ബാറ്ററി കപ്പാസിറ്റി കാണിച്ചു തരാം. ബാറ്ററി സെറ്റിങ്സിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 87%, 551 ആണ് സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. സോ ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള ഒരു മിനിമം ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു 75% താഴേക്ക് പോകുമ്പോൾ മാത്രം ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൈക്കിൾ കൗണ്ടാണ്. 551 260. സൈക്കിൾ കൗണ്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ്, നമ്മൾ എത്ര പ്രാവശ്യം ഒരു സൈക്കിൾ, അതായത് ചാർജിങ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നോ അതനുസരിച്ചാണ് സൈക്കിൾ കൗണ്ടിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ സൈക്കിൾ കൗണ്ട് ആഡ് ആകുന്നത്. സോ അതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം, അതുപോലെ ബാറ്ററി ഹെൽത്തും നിങ്ങൾക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോസ്. ഇതൊരു പ്ലേലിസ്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ബാറ്ററി ഡ്രെയിനിങ് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ഡ്രെയിനിങ് ഇത് അപ്ഡേറ്റ് ചെയ്ത ആ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു.
അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജനറൽസിനകത്ത് പോയിട്ട് റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്തു. റീസെറ്റ് ഓൾ ഫസ്റ്റ് ഓപ്ഷനാണ് റീസെറ്റ് ഓൾ സെറ്റിങ്സ്. അത് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. ചെയ്തതിന് ശേഷം പതുക്കെ എനിക്ക് ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി ബാക്കപ്പ് പഴയ പോലെ ആ ട്രെയിനിങ് ഒക്കെ ഇമ്പ്രൂവ് ആയി നല്ല രീതിയിലുള്ളൊരു ബാറ്ററി ബാക്കപ്പ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ അപ്ഡേറ്റുകളിൽ നിന്ന് വന്നപ്പം ഇമ്പ്രൂവ് ചെയ്ത ഓവറോൾ എല്ലാ ഡിവൈസുകളിലും ഇമ്പ്രൂവ് ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ വൈഫൈ ആയിക്കോട്ടെ, നമ്മുടെ സെല്ലുലാർ ഡാറ്റ ആയിക്കോട്ടെ, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള ആ ഒരു സ്റ്റെബിലിറ്റി, കോൾ ഡ്രോപ്പ് ആകുന്നത്, കണക്ഷൻ്റെ ഇൻസ്റ്റെബിലിറ്റി, വൈഫൈ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇതെല്ലാം തന്നെ പരിഹരിച്ചിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ. 2, ക്യാമറ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള നമുക്ക് ഓരോ ലെൻസുകളോ അല്ലെങ്കിൽ മോഡുകൾ ഓപ്ഷൻസ് സ്വിച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ക്യാമറാസ് ഓണായി വരുന്നുണ്ട്. അതിപ്പം എല്ലാ ഡിവൈസുകളിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും കൊണ്ടുവന്നുണ്ട്. ഇനി കമൻസിൽ വന്നിരിക്കുന്ന യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് ബഗ്ഗുകൾ, അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, വാട്സാപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2-3 ബഗ്ഗാണ്. അതിൽ കൂടുതൽ ആളുകളും കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ് വോയിസ് നോട്ടുകൾ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് വന്നു. അത് ലിസൺ ചെയ്തതിന് ശേഷവും നിങ്ങൾ ആ ചാറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ പച്ച കളർ ആ വോയിസിന് കാണിക്കുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു മൾട്ടിപ്പിൾ സ്റ്റാറ്റസുകൾ, പല ആളുകളുടെയും സ്റ്റാറ്റസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ചില സ്റ്റാറ്റസുകൾ വീണ്ടും കാണിക്കുന്നു, ഓവർലാപ്പ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. സോ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഒരിക്കലും iOS അപ്ഡേറ്റ് അല്ല. കാരണം വാട്സാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാട്സാപ്പിൻ്റെ മാത്രം കാര്യങ്ങളാണ്. സോ ഇത് വാട്സാപ്പിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ബഗ്ഗാണ്. സോ അത് പരിഹരിക്കേണ്ടത് മെറ്റയാണ്. അവർ വേണം ഇത് ഫിക്സ് ചെയ്യാൻ. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മെറ്റയുടെ സപ്പോർട്ടിലൊന്നെങ്കിലും അന്വേഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ വാട്സാപ്പിന് ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ ഈ ഒരു ബഗ് അപ്ഡേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു ബഗ്ഗാണ്. 2, ടച്ച് ഇഷ്യൂ. ഡിവൈസിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്ത് ഡിവൈസ് റെസ്പോണ്ട് ആകാതിരിക്കുന്നു, അല്ലെങ്കിൽ ടച്ച് ഇഷ്യൂ ഏതെങ്കിലും കോർണേഴ്സിലോ എഡ്ജസിലോ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. റീസ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും. പിന്നെ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സെല്ലുലാർ സാറ്റലൈറ്റ് കണക്ടിവിറ്റി, അതിനെപ്പറ്റിയാണ്. 15 Pro സാറ്റലൈറ്റ് മോഡ് ഓപ്ഷൻ ഇല്ലല്ലോ, വൈ? അതുപോലെ തന്നെ 13 Proയിലും സാറ്റലൈറ്റ് മോഡ് കാണിക്കുന്നില്ല. RCB അല്ല, RCS ആണ് മെസ്സേജസ്. സോ ഈ 2 കാര്യങ്ങൾ. സോ ഇതിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ മോഡൽസിൽ സാറ്റലൈറ്റ് കോളിംഗ്, എമർജൻസി കോളിംഗ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 18.5 അപ്ഡേറ്റിൽ ഞാൻ പറയുകയും ചെയ്തതാണ്, iPhone 13 Pro മുതലുള്ള ഡിവൈസുകളിൽ നമുക്കിപ്പം കാരിയർ ബേസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് കോളിംഗ് സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 13 സീരീസ്, 14, 15, 16 സീരീസ് ഈ 4 മോഡൽസിലും നമുക്ക് സാറ്റലൈറ്റ് എമർജൻസി കോളിംഗ് ഫംഗ്ഷനാലിറ്റി ഇപ്പം നിലവിലുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ സാറ്റലൈറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി കോളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം ഈ ഒരു ഫംഗ്ഷനാലിറ്റി നമ്മുടെ ഐഫോണിലുണ്ട് എന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ ഫംഗ്ഷനാലിറ്റി ആക്സസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ സഫാരി ഓപ്പൺ ചെയ്യുക. ഇത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. സോ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ എമർജൻസി SOS വിയ സാറ്റലൈറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, സാറ്റലൈറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും താഴത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആയിരിക്കുന്ന രാജ്യങ്ങളെ പറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. iOS 16 മുതൽ നമുക്ക് ഇത് സപ്പോർട്ടഡ് ആണ്. അതിൽ US ആൻഡ് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ്, UK, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നെ ഈ ഒരു 17.6 മുതൽ ജപ്പാനിലുമാണ് നമുക്ക് നിലവിൽ ഈ ഒരു സാറ്റലൈറ്റ് കണക്ഷൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് കോളിംഗ് ഫംഗ്ഷനാലിറ്റി ഉള്ളത്. അടുത്തത് കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇതൊരു പോസിറ്റീവാണ്. കാരണം നമ്മളെപ്പോഴും കമൻസിൽ വന്ന് നോക്കുന്നൊരു കാര്യം നെഗറ്റീവുകൾ എന്താണെന്നുള്ളതാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ആ ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും വരുന്നത്. സോ പോസിറ്റീവിനെ പറ്റി ആർക്കും അറിയാൻ വേണ്ട, ആരും പറയത്തുമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ പോസിറ്റീവായിട്ടുള്ള കുറേ വശങ്ങളും കാര്യങ്ങളും പല ആളുകൾക്കും പറയാനുണ്ട്. പക്ഷേ ആളുകൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന നെഗറ്റീവ് സൈഡാണ്. സോ ഇതിൽ കാണാം ഇതൊരു ഗുഡ് അപ്ഡേറ്റ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബഗ് ഇൻ കണക്ടിവിറ്റി ഗോട്ട് ഫിക്സ്ഡ്. സോ അപ്ഡേറ്റ് വിയ iTunes എന്നാണ്. ഞാൻ ഈ ഒരു അപ്ഡേറ്റ് iOS 18.5 ചെയ്തത് iTunes ഉപയോഗിച്ചല്ല അപ്ഡേറ്റ് ചെയ്തത്. കാരണം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. മേജർ അപ്ഡേറ്റ്സുകളൊക്കെ കഴിവതും നിങ്ങൾക്ക് എന്തെങ്കിലും ബഗ്ഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ iTunes ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അറിയത്തില്ലാത്തവർക്ക് അവിടെ നോക്കാവുന്നതാണ്. സോ കണക്ടിവിറ്റി സൈഡ് നല്ല രീതിയിലുള്ള, ഞാൻ പറഞ്ഞു പേഴ്സണലി എനിക്ക് നല്ലൊരു അഭിപ്രായമാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കണക്ടിവിറ്റി വൈഫൈ, ബ്ലൂടൂത്ത്, സെല്ലുലാർ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബഗ്ഗുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെറ്റ് ഓൾ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഒന്ന് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 5Gയുടെ കാര്യത്തിൽ നമുക്കറിയാം വോയിസ് ഓവർ 5G എന്ന് പറയുന്നൊരു ഫീച്ചർ ആപ്പിൾ ഇപ്പം ഈ ഒരു അപ്ഡേറ്റിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ജിയോയിലും ഉണ്ട്, എയർടെൽ യൂസേഴ്സും അവർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില യൂസേഴ്സിന് ഈവൻ ദോ അവർ ജിയോ എയർടെലൊക്കെ യൂസ് ചെയ്യുന്നത് എന്നിട്ടും അവർക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം iPhone 12
12 മുതലുള്ള എല്ലാ ഡിവൈസിലും നമുക്കറിയാം 5G സപ്പോർട്ടഡ് ആണ്. എന്നാൽ ഈ പറഞ്ഞ ഫീച്ചർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി അത് സിമ്മിൻ്റെ പ്രോബ്ലം ആകാം. ഒന്നെങ്കിൽ നിങ്ങൾ ഇവരുടെ സ്റ്റോറിൽ ജിയോ ആണെങ്കിൽ എയർടെൽ ആണെങ്കിൽ അതിൻ്റെ സ്റ്റോറിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് യൂസ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ അത് വർക്കാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. 14 സീരീസിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഇഷ്യൂസ് ഒന്നുമില്ല. അതുപോലെ ഇത് 13 സീരീസിലാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഇത്ര മണിക്കൂർ 1.25 മണിക്കൂർ എടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ചില ആളുകളുടെ സിറി ആനിമേഷൻ ലോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറിയുടെ ഓപ്ഷനിൽ പോയിട്ട് ഇത് എനേബിൾഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഡിവൈസ് വൈഫൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ കാണും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫയൽസ് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പഴയ പോലെ സിറിയുടെ ആനിമേഷൻ വരുന്നതായിരിക്കും. സോ മെസ്സേജിൽ നമുക്കിപ്പം സെറ്റിങ്സിൽ RCS സപ്പോർട്ടഡ് ആണ്. ഞാൻ ചില കമൻറ്റുകൾ കണ്ടു, ഇന്ത്യയിൽ RCS വന്നിട്ടില്ല, അതാണ് ഇതാണ്. പക്ഷേ RCS ഉണ്ട്, ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. സോ RCS മെസ്സേജ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഈ വീഡിയോ നിങ്ങളൊന്ന് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില റെമഡീസ്, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഞാനും പല ഇഷ്യൂസ് ഫേസ് ചെയ്തായിരുന്നു. അവസാനമാണ് ഇത് ഞാൻ പ്രോപ്പറായിട്ട് ഒന്ന് വർക്ക് ചെയ്തെടുപ്പിച്ചത്. ചില കാര്യങ്ങൾ നമുക്ക് വർക്കാകണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മെനക്കെടേണ്ടി വരും. സോ ആ മെനക്കെടാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ചില ആളുകൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്. സോ കുറച്ച് മെനക്കെട്ട് നോക്കുക, അത് വർക്കാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് iOS 18.5 പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ഫോളോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് മിലൻ, catch you guys next one. Until then, peace.